വയനാടൻ കാടുകളെ അടക്കി ഭരിക്കുകയാണിന്ന് രാക്ഷസ കൊന്നകൾ. കാടിനെ മഞ്ഞ നിറം കൊണ്ട് അലങ്കരിക്കുന്ന ഈ രാക്ഷസ സസ്യമാണ് വയനാട്ടിലേക്ക് നരഭോജികളായ കടുവയെയും പുലിയെയും അഴിച്ചുവിടുന്നത്. കാട്ടാന ആക്രമണം വയനാടൻ ഗ്രാമങ്ങളിൽ സ്ഥിരമാകുന്നതിൻ്റെയും കാരണക്കാരനാണ് ഈ കൊന്നമരം. മനുഷ്യനും പ്രകൃതിക്കും ആപത്തായ ആ കൊന്നയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന സസ്യത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ സസ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാമാണ് അറിയുക? നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വേനൽ മഴ പെയ്തിട്ടും മുത്തങ്ങക്കാട്ടിൽ പുൽനാമ്പിന്റെ തളിര് പോലും മുളച്ചിട്ടില്ല. മുത്തങ്ങയുടെ വനാന്തരങ്ങളെ കയ്യേറി അവിടമാകെ പടർന്നിരിക്കുകയാണ് മഞ്ഞക്കൊന്ന. മഞ്ഞക്കൊന്നയുടെ വാടിയ ഇലകൾ മൂടിയ മണ്ണിൽ മറ്റൊന്നും മുളയ്ക്കുന്നേയില്ല. കത്തിയെടുത്ത് മഞ്ഞക്കൊന്നയുടെ തൊലിചീകി മാറ്റി മണ്ണിട്ട് മൂടി അധിനിവേശ സസ്യത്തിന്റെ വേരറക്കുന്ന തിരക്കിലാണവർ. കോഴിക്കോട് കേന്ദ്രമായുള്ള പൃഥ്വി റൂട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വാരാന്ത്യങ്ങളും യുവാക്കളുടെ ഒരു കൂട്ടം മഞ്ഞക്കൊന്നയുടെ നിർമ്മാർജ്ജനത്തിൽ സന്നദ്ധ ഭടന്മാരായി അവരെത്തും. സസ്യങ്ങളെ വളർത്തേണ്ടതും അതിനെ പരിപാലിക്കേണ്ടതും ഭൂമിയുടെ ജീവന് ആവശ്യമാണ് എന്ന സാഹചര്യത്തിൽ എന്തിനായിരിക്കും ഈ വിദ്യാർത്ഥികൾ ഈ മഞ്ഞക്കൊന്നയുടെ വേരറക്കുന്നത്? ഇനി പറയുന്നത് അതിന്റെ ഉത്തരമാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് എത്തിയ സസ്യവർഗമാണ് ഈ രാക്ഷസ കൊന്നകൾ. സെന്നാസ് പെഗിഡാബിലിസ് എന്ന ശാസ്ത്രനാമമുള്ള ഇവ സാമൂഹിക വനവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വയനാടൻ കാടുകളിലേക്ക് എത്തുന്നത്. നയനമനോഹരമായ മഞ്ഞക്കൊന്നകൾ കാടിനെ സുന്ദരമാക്കുമെന്ന് കരുതിയിരുന്നവരുടെ മുന്നിലേക്ക് കാടിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന രാക്ഷസ കൊന്നകളെയാണ് പിന്നീട് കണ്ടത്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാടടക്കി വാഴുന്ന രാക്ഷസന്മാരായി ഈ മഞ്ഞക്കൊന്നകൾ മാറി. 30 അടിയോളം വരെ ഉയരത്തിൽ വളരാൻ ശേഷിയുള്ള രാക്ഷസ കൊന്നയിലെ യഥാർത്ഥ വില്ലന്മാർ തൊലിയിലും ഇലയിലുമുള്ള രാസപദാർത്ഥങ്ങൾ തന്നെയാണ്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിന് പിന്നിലും രാക്ഷസ കൊന്നകൾ പ്രധാന കാരണമാകുന്നു. നിലവിൽ വയനാട് വനമേഖലയുടെ 123 സ്ക്വയർ കിലോമീറ്റർ വരുന്ന വനപ്രദേശത്ത് ഇവ വ്യാപിച്ചു കഴിഞ്ഞു. ആന, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു ഈ മഞ്ഞക്കൊന്ന. വയനാടൻ കാടുകളിൽ വിഹരിച്ച ഈ വന്യമൃഗങ്ങളുടെ ജീവിതചക്രത്തെ തെക്കേ അമേരിക്കൻ സ്വദേശികളായ രാക്ഷസ കൊന്നകൾ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു. വയനാട് ജില്ലയിലെ ജനവാസ മേഖലയിൽ സംഭവിക്കുന്നതും മറ്റൊന്നുമല്ല. കടുവകൾ കാടിറങ്ങുന്നത് മൂലം ഭീതിയുടെ നിഴലിലാണ് ജനങ്ങൾ. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള പോരാട്ട ഭൂമി തന്നെയാണ് ഇന്ന് വയനാട്. അവിടെയും വില്ലനാകുന്നത് ഈ കൊന്നയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. കാര്യങ്ങൾ അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. സൂര്യപ്രകാശം കാടുകളിലേക്ക് എത്തിക്കാൻ തടസ്സം നിൽക്കുന്ന ഇവ പുല്ലുവർഗത്തെ കൂടുതലായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ പുല്ലുവർഗ്ഗങ്ങൾ പോലെയുള്ള നൈസർഗിക അടിക്കാടുകൾ നശിച്ചില്ലാതാകുന്നു. ഇതോടെ ആന, മാൻ തുടങ്ങിയ സസ്യബുക്കുകൾക്ക് കാട്ടിൽ ഭക്ഷണം ലഭിക്കാതെ വരികയാണ്. അങ്ങനെയാണ് അവർ ആഹാരം തേടി കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ചേക്കേറുന്നത്. കാട് വിട്ടിറങ്ങിയ സസ്യബുക്കുകളെ തേടി മാംസബുക്കുകളും നാട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് മഞ്ഞക്കൊന്ന വയനാടൻ കാടുകളിൽ വില്ലനാകുന്നത് എന്ന്? രാക്ഷസ കൊന്നകൾ ഒരിക്കൽ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നശിപ്പിക്കുക എന്നത് അസാധ്യം തന്നെയാണ്. ഒരിക്കൽ വെട്ടിമാറ്റിയാൽ വീണ്ടും മുളയ്ക്കുന്ന സ്വഭാവമാണ് ഇവയ്ക്ക്. വേരോടെ പിഴുതുമാറ്റി നശിപ്പിക്കുകയാണ് ഏക പോംവഴി. വേരോടെ പിഴുതുമാറ്റി കാടിനു വെളിയിൽ കൊണ്ടുപോയി തീയിട്ട് നശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. തൊലി ചെത്തിമാറ്റി ഉണക്കിയും നശിപ്പിക്കാവുന്നതാണ്. വേരോടെ പിഴുത് തലകീഴായി കുഴിച്ചിട്ട് നശിപ്പിക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട്. 3 വർഷം കൊണ്ട് കായുണ്ടാകുന്ന രാക്ഷസ കൊന്നയുടെ ഒന്നിൽ നിന്ന് തന്നെ 6000-ഓളം വിത്തുകളാണ് ഉണ്ടാകുന്നത്. 2017 വയനാടൻ വനമേഖലയിൽ രാക്ഷസ കൊന്നയുടെ സാന്നിധ്യം പെരുകിയപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി വിഷയം നിയമസഭയിലും എത്തി. തുടർന്ന് വന്യമൃഗശല്യ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സമരസമിതിയും രൂപീകരിച്ചു. 2015 കർണാടകയിൽ പോകുന്ന സമയത്ത് വെള്ള എന്ന സ്ഥലത്താണ് ആദ്യമായി രാക്ഷസ കൊന്നയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതെന്നാണ് സമിതി അംഗമായ TC ജോസഫ് പറയുന്നത്. പിന്നീടാണ് തോൽപ്പെട്ടിയിൽ ഇവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നത്. തുടർന്ന് മേഖലയിൽ ഇവ വ്യാപകമായി വളരാൻ തുടങ്ങുകയായിരുന്നു. 2017ഓടെ ഇവ വ്യാപകമാവുകയാണ് ചെയ്തതെന്നാണ് ജോസഫ് പറയുന്നത്. വയനാടൻ വനമേഖലയുടെ 30% വരുന്ന പ്രദേശങ്ങളിലും രാക്ഷസ കൊന്ന ഇതിനോടകം തന്നെ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയനാടൻ വന്യജീവി സങ്കേതത്തിന്റെ ബത്തേരി, മുത്തങ്ങ, തോൽപ്പെട്ടി റേഞ്ചുകളിൽ ഇവ വ്യാപകമായി തഴച്ചു വളർന്ന് വന്യജീവികൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയാണ്. കാടിന്റെ സ്വാഭാവികതയെ രാക്ഷസ കൊന്ന തകിടം മറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വനത്തെ മൂടികൂട്ടാനെത്തിയ കൊന്നയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന ചതി മനസ്സിലാക്കാൻ തന്നെ ആർക്കും കഴിഞ്ഞില്ല. ചതി മനസ്സിലായതോടെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇവ വെട്ടി നശിപ്പിക്കാൻ തീരുമാനവുമായി. എന്നാൽ വെട്ടും തോറും രാക്ഷസ കൊന്നകൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലും രാക്ഷസ കൊന്നകളുടെ സാന്നിധ്യമുണ്ട്. ബന്ദിപ്പൂർ വനമേഖലയിലടക്കം ഇവ വ്യാപിച്ചു കഴിഞ്ഞു. ഈ മരവുമായി സാമീപ്യം വന്നാൽ ദേഹം പൊള്ളുമെന്നതിനാൽ തന്നെ വന്യജീവികൾ ആ വഴിയുള്ള യാത്രകൾ പാടെ ഉപേക്ഷിക്കുകയാണ് പതിവ്. മാനന്തവാടിയിൽ തുടങ്ങി തോൽപ്പെട്ടി വരെയുള്ള മേഖലയുടെ ഇരുവശങ്ങളിലും രാക്ഷസ കൊന്നകൾ ഇന്ന് സുലഭമാണ്. ഇതിനെ വേരോടെ പിഴുതെറിയുക എന്നതാണ് ഇതിനുള്ള ഏക വഴി. വയനാടൻ മേഖലയിൽ ജീവിക്കുന്ന
ആസ്വദിക്കുന്നവർക്ക് ഈ രാക്ഷസ കൊന്നയെക്കുറിച്ച് ഇനിയും പറയാനുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.